തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനുള്ളിലെ അത്യാഹിത വിഭാഗത്തിനുള്ളിൽ തോക്കുമായി ക്രിമിനൽ കേസ് പ്രതിയെത്തി. കല്ലമ്പലം സ്വദേശി സതീഷ് സാവണിനെ സുരക്ഷാ ജീവനക്കാർ പിടികൂടിയെങ്കിലും ഇയാൾ ഓടി രക്ഷപ്പെട്ടു. ജിബിൻ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ജിബിൻ, മെഡിക്കൽ കോളേജിനുള്ളിലെ അത്യാഹിത വിഭാഗത്തിനുള്ളിലാണ് തോക്കുമായി പ്രതി എത്തുന്നത്. എന്തായിരുന്നു സാഹചര്യം? പിടികൂടാൻ കഴിഞ്ഞത് എങ്ങനെ? ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അതീവ സുരക്ഷാ മേഖലയാണ്. ഇതിനുള്ളിൽ തന്നെ ആശുപത്രിക്കുള്ളിൽ രോഗികളുടെ ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കൾക്ക് പോലും കയറുന്നതിന് വിലക്കുള്ള ഒരു പ്രദേശം കൂടിയ സ്ഥലം കൂടിയാണ്. ഇവിടെയാണ് ഇപ്പോൾ നിരവധി ക്രിമിനൽ കേസുകളുടെ പ്രതിയായ സതീഷ് സാവൻ എത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ, ഈ സുരക്ഷാ ജീവനക്കാർ ഇദ്ദേഹത്തെ പിടികൂടുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തോക്കുമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും സുരക്ഷാ ജീവനക്കാർ ഇയാളെ പിടികൂടിയെങ്കിലും ഇയാൾ കടന്നു കളയുകയായിരുന്നു. ഇദ്ദേഹത്തെ പിടികൂടിയ സമയത്ത് സുരക്ഷാ ജീവനക്കാർ ചോദ്യം ചെയ്തപ്പോൾ തൻ്റെ സുഹൃത്തും ക്രിമിനലുമായ ഒരാളെ കാണുന്നതിന് വേണ്ടിയാണ് എത്തിയതെന്നാണ് ഇയാൾ ഈ സുരക്ഷാ ജീവനക്കാരോട് പറഞ്ഞത്. ഇയാൾ കല്ലമ്പലം പോലീസ് സ്റ്റേഷനിലെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. പോലീസ് പലതവണ പിടികൂടിയിട്ടുണ്ടെങ്കിൽ ഇയാൾ പലതവണ പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് ഇയാളുടെ പതിവ്. ആ ആളാണ് ഇന്ന് ഈ മെഡിക്കൽ കോളേജ് പോലുള്ള അതീവ സുരക്ഷാ മേഖലയിൽ വാർഡിനകത്ത് പ്രവേശിപ്പിക്കുകയും സുരക്ഷാ ജീവനക്കാർ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത് മെഡിക്കൽ കോളേജ് സുരക്ഷാ ജീവനക്കാർക്ക് വന്ന ഒരു വലിയ വീഴ്ചയായിട്ടാണ് ചൂണ്ടിക്കാട്ടാൻ സാധിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, അതായത് ഒരു രോഗിയുടെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള ഒരു രോഗിയുടെ അടുത്ത ബന്ധുവിന് പോലും അവിടെ കയറുന്നതിന് വലിയ സുരക്ഷാ മേഖല അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് ക്രിമിനൽ കേസ് പ്രതി തോക്കുമായി എത്തിയത്.